നമ്മൾ ഡെയിലി കഴിക്കുന്ന ഉള്ളി, ആ ഉള്ളിയുടെ പുറത്ത് ഈ കറുത്ത കളറുള്ള ലൈനുകൾ കാണാറുണ്ട്. ഇത്തരത്തിൽ ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമോ? ഇനി അത്തരത്തിലുള്ള ഉള്ളി വാങ്ങിക്കുന്നത് സേഫ് ആണോ? ഇതുപോലുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എങ്ങനെ വാങ്ങിക്കണം, എങ്ങനെ കഴിക്കണം എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. ഉള്ളിയുടെ പുറംഭാഗത്ത് ഇത്തരത്തിലുള്ള കറുപ്പ് ലൈനുകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. ആസ്പെറാജിൽസ് നൈജർ എന്ന് പറയുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഇത്തരത്തിലുള്ള കറുപ്പ് കളർ വരുന്നത്. ഈ കറുപ്പ് കളർ ലൈന് നമുക്ക് സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ് അല്ല. ചില സമയത്ത് അത് മണ്ണാവാം. നമ്മൾ ഉള്ളിയെടുത്ത് അത് കഴുകി വൃത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൾഭാഗം വെളുത്ത കളറിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്ത് ചെറുതായിട്ട് ചീഞ്ഞ് ചെറിയ മണത്തോടു കൂടി ഇരിക്കുന്ന ഉള്ളിയാണെന്നുണ്ടെങ്കിൽ അത് സേഫ് അല്ല. അത്തരത്തിലുള്ള ഉള്ളി അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതൊരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലേ, അതങ്ങ് നമ്മൾ ചെറുതായിട്ട് ചൂടായി കഴിഞ്ഞാൽ അങ്ങ് മാറിപ്പോവില്ലേ എന്ന്. ഫംഗൽ ഇൻഫെക്ഷൻ മാറും, പക്ഷേ ഈ ഉള്ളി ചീഞ്ഞ് കഴിയോ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉൾഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടോക്സിനായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഈ ടോക്സിന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് വയസ്സായിട്ടുള്ള ആൾക്കാർക്ക്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും വഴിതിരിച്ചു വിടാനുള്ള കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലിങ്ങനെ കറുപ്പ് കളറുള്ള ഉള്ളി അല്ലെങ്കിൽ പുറന്തോലിൽ കറുപ്പ് കളറുള്ളത്, ഉൾഭാഗം ചീഞ്ഞിട്ടുള്ള ഉള്ളികൾ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ശീലമുണ്ട്, പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ളീൻ്റെ അകത്ത് ചീഞ്ഞ ഉള്ളിയാണെങ്കിലും അതെടുത്ത് ഉപയോഗിക്കുന്നൊരു ശീലം. അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ പരിപാടി നിർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ലാസ്റ്റ് ടൈം എപ്പോഴാണ് ഇത്തരത്തിൽ കറുത്ത കളറിലെ ഉള്ളി എടുത്തിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് റീപോസ്റ്റും കൂടി ചെയ്തേക്കും.